കൊട്ടാരക്കര ഇത്തവണത്തെ ഇലക്ഷനിൽ ശ്രദ്ധേയമാകുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. LDFിനായി ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാലാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത്. തൃശൂർ നാട്ടികയിൽ LDF സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദൻ ഇത്തവണ BJP കാൻഡിഡേറ്റായാണ് മത്സരിക്കുന്നത്. അതുപോലെ 3 തവണ LDF കാൻഡിഡേറ്റായി കൊട്ടാരക്കരയിൽ നിന്നും വിജയിച്ച MLA ആയിരുന്ന P ഐഷ പോറ്റിയാണ് ഇത്തവണ UDFിനായി മത്സരിക്കുന്നത്. BJPക്കായി മത്സരിക്കുന്നതാകട്ടെ കഴിഞ്ഞ തവണ KN ബാലഗോപാലിനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച R രശ്മിയാണ്. 2021 ഇലക്ഷനിൽ LDFിനായി KN ബാലഗോപാൽ നേടിയത് 68,770 വോട്ടുകളാണ്. UDFിനായി R രശ്മി 57,956 വോട്ടുകളും BJPക്കായി വൈക്കൽ മധു 21,223 വോട്ടുകളുമാണ് നേടിയിരുന്നത്. KN ബാലഗോപാലിന് 2021 ലഭിച്ച ഭൂരിപക്ഷം 10,814 വോട്ടുകളാണ്. 10,814 എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഖ്യയാണ്. കാരണം ഐഷ പോറ്റി 3 തവണ മത്സരിക്കുമ്പോഴും ഓരോ തവണയും ഭൂരിപക്ഷം നിലനിർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അവസാനമായി ഐഷ പോറ്റി ജയിക്കുമ്പോൾ അന്ന് അവർക്ക് ലഭിച്ച ഭൂരിപക്ഷം 42,632 വോട്ടുകളാണ്. ആ 42,632 വോട്ടുകളിൽ നിന്നുമാണ് KN ബാലഗോപാൽ 10,814 എത്തിയത്. ഈ ഒരു കണക്ക് മണ്ഡലത്തിലെ LDFിനെ ഏറെ അലട്ടുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ നിരന്തരം പറയാവുന്ന വാക്കുകളാണ് പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളത്. ഒരുപക്ഷെ അതിനു മുകളിലായിരുന്നു കൊട്ടാരക്കര എന്നാൽ R ബാലകൃഷ്ണപിള്ള എന്നത്. ആ പിള്ള സാറിനെ പരാജയപ്പെടുത്തിയാണ് ഐഷ പോറ്റി ആദ്യമായി MLA ആകുന്നത്. പിന്നീട് ഓരോ തവണയും തൻ്റെ ഭൂരിപക്ഷം കൂട്ടുന്നത്. 2021 ബാലഗോപാലിനെതിരെ R രശ്മി മത്സരത്തിനെത്തിയപ്പോൾ വലിയ ഫൈറ്റൊന്നുമില്ലാതെ തന്നെ ബാലഗോപാൽ നിസ്സാരമായി വിജയിക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ താൻ ചില്ലറക്കാരിയല്ല എന്ന് തെളിയിച്ച കാൻഡിഡേറ്റാണ് R രശ്മി. UDFിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച സ്വീകാര്യത കൊണ്ട് തന്നെയാണ് 40,000-ൽ നിന്നും 10,000-ലേക്ക് LDFിൻ്റെ ഭൂരിപക്ഷത്തെ കൊണ്ടെത്തിച്ചതും. പക്ഷേ ഇത്തവണ R രശ്മി മത്സരിക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. സത്യത്തിൽ മികച്ചൊരു സ്ഥാനാർത്ഥിയുടെ അഭാവം മണ്ഡലത്തിൽ BJP നേരിടുകയായിരുന്നു. അവിടെയാണ് രശ്മിയുടെ വരവ്. കാരണം 2021 BJP വൈക്കൽ മധുവിലൂടെ നേടിയത് 21,223 വോട്ടുകളാണ്. അത് തീർച്ചയായും കുറഞ്ഞൊരു സംഖ്യയല്ല. ഇപ്പോൾ R രശ്മിയുടെ വരവ് BJPയുടെ വോട്ടിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കും എന്ന് തന്നെയാണ് NDA വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ആവാം BJP അംഗത്വം നേടിയ അന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നത്. മന്ത്രി എന്ന ഫാക്ടർ ബാലഗോപാലിന് ഏറെ ഗുണം ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല. MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും താൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതും ഇനി നടക്കുവാൻ പോകുന്ന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് KN ബാലഗോപാൽ മത്സരിക്കുന്നത്. താൻ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള മേഖലകളിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളിലായാലും MLA എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലും അത് വ്യക്തവുമാണ്. KN ബാലഗോപാൽ ഉറപ്പിച്ച വിജയം എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച വിസ്മയങ്ങളുടെ ലിസ്റ്റിലെ ആദ്യ വിസ്മയമായി ഐഷ പോറ്റിയുടെ വരവ്. ജനകീയത എന്ന ഫാക്ടറാണ് ഐഷ പോറ്റിയെ വേറിട്ട് നിർത്തുന്നത്. കാരണം 15 വർഷം MLA ആയിരുന്ന മണ്ഡലം എന്ന രീതിയിൽ മണ്ഡലത്തിൻ്റെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയും എന്നത് തന്നെ കരുതാം. കൂടാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതി അത് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അറിയാവുന്നതുമാണ്. പൊതുവെ മാധ്യമങ്ങളിലെ ഇൻ്റർവ്യൂകളിൽ അത്ര ശക്തമായ പ്രതികരണങ്ങൾ കാണാറില്ല എങ്കിലും ജനങ്ങൾക്കിടയിൽ ഐഷ പോറ്റിക്ക് വലിയ സ്വാധീനമുണ്ട്. അത് തെളിയിക്കുന്നതാണ് 42,632 എന്ന് താൻ നേടിയ ഭൂരിപക്ഷവും. LDF വിട്ട് UDFിലേക്ക് വന്ന സമയത്ത് മാധ്യമങ്ങളിൽ അധികം കാരണങ്ങൾ വ്യക്തമാക്കാൻ മടി കാണിച്ചിരുന്നുവെങ്കിലും അമ്പലപ്പുഴയിൽ G സുധാകരൻ LDF വിട്ട് സ്വതന്ത്രമായി മത്സരരംഗത്ത് വന്ന ശേഷമൊക്കെ താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഐഷ പോറ്റിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായും താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയണോ വേണ്ടയോ എന്നത് തീർത്തും വ്യക്തിപരമായ കാര്യമാണ്. എന്നിരുന്നാലും നിഷ്പക്ഷരായ ജനങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും അതിലുണ്ട് എന്നതും സംശയമില്ലാത്ത കാര്യമാണ്. മത്സരരംഗം നോക്കുമ്പോൾ LDF UDF പോരാട്ടം തന്നെയാണ് കൊട്ടാരക്കരയിലുള്ളത്. പക്ഷേ BJPക്കായി ലക്ഷ്മി നേടുന്ന ഓരോ വോട്ടും മണ്ഡലത്തിലെ വിജയിയെ സ്വാധീനിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യവുമാണ്. വികസനങ്ങൾ മുൻനിർത്തി ബാലഗോപാലും ജനകീയതയും തൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഐഷ പോറ്റിയും കഴിഞ്ഞ ഇലക്ഷനിൽ താൻ നേടിയ ജനകീയത മുൻനിർത്തി R രശ്മിയും മത്സരിക്കാനെത്തുമ്പോൾ തീർച്ചയായും കൊട്ടാരക്കര പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. കാത്തിരിക്കാം ആരാകും കൊട്ടാരക്കരയുടെ MLA എന്ന് അറിയുവാൻ വേണ്ടി.